ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നരച്ച മുടിയൊക്കെ നന്നായിട്ട് കറക്കാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി നന്നായിട്ട് ഉള്ളോടെ തന്നെ വളരാനും പറ്റിയ ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ. ഇത് നമുക്ക് ദിവസം നമ്മുടെ തലമുടി തേച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആഴ്ചയിൽ ഇപ്പം 3 തവണയൊക്കെ ആയിരിക്കും നമ്മളെ തലമുടി കഴുകുക. അന്നേരം ആയാലും തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ സാധാരണ വെളിച്ചെണ്ണ എന്തെങ്കിലും എണ്ണ നമ്മൾ തല തേച്ച് കൊടുക്കുമല്ലോ, അതിന് ശേഷം ഈ സംഭവം നമ്മുടെ തലയിലൊന്ന് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം തലമുടി വെറുതെ ഒന്ന് കഴുകുമ്പോൾ ഷാമ്പു ഇതൊന്നും വേണ്ട. നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ടുണ്ടാവും. പിന്നെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് തേക്കുമ്പോഴാണ് നല്ല വ്യത്യാസം അറിയാൻ പറ്റുമോ കേട്ടോ. മുടിക്ക് നല്ല കറുപ്പൊക്കെ കിട്ടണമെങ്കിൽ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ തേക്കണം. അപ്പോൾ ഈ ഒരു ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടു നോക്കട്ടെ. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി നന്നായിട്ട് ഉള്ളോടെ തന്നെ വളരാനും നരച്ച മുടിയൊക്കെ കറക്കാനൊക്കെ പറ്റും നല്ലൊരു ഹെയർ ടോണിക്ക് നമുക്ക് വേഗം തന്നെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട സാധനമൊക്കെയാണ് ഇതായി പാത്രത്തിൽ അങ്ങ് നിരന്നിരിക്കുന്നത്. ഇനി വേണ്ട സാധനമാണ് ചെമ്പരത്തി പൂ വേണം, ചെമ്പരത്തിയുടെ ഇല വേണം, പിന്നെ വേണ്ടതാണ് പനിക്കൂർക്കയുടെ ഇല, പിന്നെ കറ്റാർവാഴ വേണം, കറിവേപ്പില വേണം. ഇത് മാത്രം പോരാ. പിന്നെ വേണ്ട സാധനമാണ് ചായപ്പൊടി വേണം, പിന്നെ നെല്ലിക്കയുടെ പൊടി വേണം. ഈ നെല്ലിക്കയുടെ പൊടിയൊക്കെ മുടി നന്നായിട്ട് കറുപ്പ് കിട്ടാനൊക്കെ നല്ലതാണ്. പിന്നെ ചായപ്പൊടി ആയാലും മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കുന്ന സാധനമായിട്ട് ചായപ്പൊടി. പിന്നെ കറിവേപ്പിലേനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്ന സാധനമാണ് ഈ കറിവേപ്പില. ചെമ്പരത്തി പൂവാണെങ്കിലും അതെ, ചെമ്പരത്തിയുടെ ഇലയൊക്കെ നമ്മൾ ഇതിലിടുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മുടി നല്ല സോഫ്റ്റായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ കറ്റാർവാഴയില്ലേ, കറ്റാർവാഴയാണെങ്കിൽ നമ്മുടെ മുടി നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവേ. പിന്നെ പനിക്കൂർക്കയുടെ ഇല നമ്മുടെ മുടിക്ക് നന്നായിട്ട് കറുപ്പ് കിട്ടാനും പിന്നെ തലനീരിറക്കമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ നല്ലതാണ് ഈ പനിക്കൂർക്കയുടെ ഇല കേട്ടോ. അപ്പം ഇപ്പോൾ ചുമയും പനി അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ചെമ്പരത്തിയുടെ പൂവ് ഇത്രയൊന്നും വേണ്ട, ഒരു 3-4 പൂവൊക്കെ മതി. പനിക്കൂർക്കയുടെ ഇല ഇച്ചിരി കൂടുതലെടുത്താലും കുഴപ്പമില്ല. ചെമ്പരത്തിയുടെ ഇലയൊക്കെ നല്ല തണുപ്പുള്ള സാധനമാണ്. അപ്പോൾ ഇതൊരു 2 ഇല ഇച്ചിരി 2 വലിയ 2 ചെമ്പരത്തിയുടെ ഇല എടുത്താൽ മതിയാവും കേട്ടോ. ഞാനെടുത്ത് ഇച്ചിരി കൂടുതലങ്ങ് എടുത്തുന്നേ ഉള്ളുന്നുള്ളൂ, ഇത്രയൊന്നും വേണ്ട. പിന്നെ ഈ കറിവേപ്പില ഒരു 2 തണ്ടൊക്കെ മതിയാവേ. ഞാൻ എടുത്ത് എല്ലാം കൂടുതലെടുത്തതേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ തലമുടിയിൽ അങ്ങ് തേച്ച് കൊടുക്കണം. എങ്കിലാണ് നമ്മുടെ നരച്ച മുടിയൊക്കെ നന്നായിട്ടൊന്ന് കറക്കുള്ളൂ. അത് മാത്രമല്ല, മുടിക്ക് നല്ല വ്യത്യാസം നമുക്കറിയാൻ പറ്റും. മുടിക്ക് നല്ല കറുപ്പുണ്ടാവും, മുടി നല്ല ഉള്ളോടെ തന്നെ വളരും ചെയ്യും കേട്ടോ. ഒരു 10-15 മിനിറ്റ് അത്രയൊക്കെ വെച്ചാൽ മതി. ഒരുപാട് നേരം നമ്മൾ തലമുടി വെക്കും വേണ്ട. പിന്നെ ഇത് ആദ്യം നമ്മൾ തലമുടി എണ്ണ തേച്ച് കൊടുത്തിട്ടാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. പിന്നെ തേച്ചിട്ട് ഉടനെ തന്നെ നമ്മളിതിന് ഷാമ്പു ഇടേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ മുടി നല്ലൊരു നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ മുടിയുടെ കാര്യം പ്രത്യേകിച്ച് പറയണമെന്നില്ല, മുടി നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പം നമുക്കിത് 1 ഗ്ലാസ് വെള്ളത്തിൽ വേണം തിളപ്പിച്ചെടുക്കാൻ. അതിന് മുന്നേ ഇതുണ്ടല്ലോ, ഇതൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതൊന്നും ഞാൻ അരിഞ്ഞെടുത്തിട്ടില്ല. ഈ പനിക്കൂർക്കയുടെ ഇല, ചെമ്പരത്തിയുടെ ഇല, പൂവ്, ഇതെല്ലാം കറ്റാർവാഴ, ഇതെല്ലാം നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് തിളപ്പിച്ചെടുക്കാൻ വലിയ പാടുണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ 1 ഗ്ലാസ് വെള്ളത്തിൽ നല്ലവണ്ണം തിളപ്പിച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് ഒരു 3/4 ഗ്ലാസ്സൊക്കെ ആവട്ടോ. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ എടുത്തിട്ട് വേഗം വരാവേ. ഇത് നല്ലവണ്ണം തിളച്ച് ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ്സിലോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടില്ല, നല്ല കട്ടൻ കളറാണ് കേട്ടോ. അപ്പോൾ താഴെ ഇങ്ങനെ ഒരു ബ്രൗൺ കളറായിട്ട് കിടക്കുന്നത് നമ്മുടെ നെല്ലിക്കപ്പൊടിയാണ്. അത് സാധാരണ സ്പൂൺ കൊണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്താൽ മതിയേ. ഇതാണ് നമ്മൾ ദിവസവും നമ്മുടെ തലമുടി തേച്ച് കൊടുക്കുന്നത്. എല്ലാ ദിവസവും തേക്കുമ്പോഴാണ് നമ്മുടെ നരച്ച മുടിക്കൊക്കെ കളർ വ്യത്യാസം വരും കേട്ടോ. പിന്നെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പും കിട്ടും കേട്ടോ. ഈ ചെമ്പൻ കളറുള്ള മുടികളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ മുടിയുള്ളവർക്കൊക്കെ നല്ല കറുപ്പുണ്ടാവും മുടിക്ക്. അപ്പോൾ ദിവസം തേച്ചാൽ മാത്രമേ വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 3 തവണയാണ് തലമുടി നനയ്ക്കണമെങ്കിൽ അന്നേരം തേച്ച് കൊടുത്താലും മതി കേട്ടോ. മുടി നന്നായിട്ട് ഉള്ളോടെ തന്നെ വളരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ആഴ്ചയിൽ ഒരു 3-4 തവണ നമുക്കിത് ഉപയോഗിക്കാം. നമ്മളെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഫ്രിഡ്ജിനകത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ തലമുടി കഴുകുകയാണെങ്കിൽ അന്നേരം തന്നെ എടുത്ത് തണുപ്പോടെ തന്നെ തലയിൽ തേക്കരുത്. തണുപ്പ് മാറിയതിന് ശേഷം മാത്രം തലമുടിയിലൊന്ന് തേച്ച് കൊടുത്താൽ മതി.
ഇതിപ്പോൾ ഞാൻ ഗ്ലാസ്സിലോട്ടാണ് എടുത്തേക്കുന്നത്. ഞാനിത് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കേട്ടോ. 2-3 സ്പ്രേ ബോട്ടിലുണ്ട്, അപ്പോൾ അതിലേക്ക് ഞാൻ മാറ്റിയത്. അപ്പോൾ സ്പ്രേ ബോട്ടിലാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ മുടികളൊക്കെ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. സ്പ്രേ ചെയ്ത് മാത്രം കൊടുത്താൽ പോലെ നമുക്ക് പതുക്കെ ഒന്ന് മസാജും കൂടെ കൊടുക്കണം കേട്ടോ. പിന്നെ എൻ്റെ ടിപ്പ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. നരച്ച മുടിയുള്ളവരൊക്കെ മുടി നന്നായിട്ട് അങ്ങ് കറക്കട്ടെ. ചെമ്പൻ കളർ മുടിയൊക്കെ നന്നായിട്ട് കറക്റ്റ് വരട്ടെ കേട്ടോ. മുടി നന്നായിട്ട് വളരട്ടെ. മുടിയില്ലാത്തവർക്കൊക്കെ മുടി ഉണ്ടാവട്ടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ തലനീര് ഇറക്കമുള്ളവരൊക്കെ ആണെങ്കിൽ 15 മിനിറ്റ് ഒന്നും വെക്കേണ്ട, ഒരു 5-10 മിനിറ്റ് വെച്ച് നോക്കിയിട്ട് നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക കേട്ടോ. കാരണം ഇത് നെല്ലിക്ക ചേർത്തത് കൊണ്ട് തലയ്ക്ക് നല്ല തണുപ്പുണ്ടാകും. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണ് പറയണത്. പിന്നെ നമ്മൾ പനിക്കൂർക്കയുടെ ഇല നമ്മൾ കുറച്ച് കൂടുതൽ ഇടുവാണെങ്കിൽ കുഴപ്പമില്ല. ഞാനത് 3-4 കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കുവാണെങ്കിൽ നമുക്ക് അധികം തലനീര് ഇറക്കമൊന്നും വരത്തില്ല കേട്ടോ. പനിക്കൂർക്കയുടെ നല്ലതാണ്. മുടിക്ക് നല്ല കറുപ്പ് കിട്ടും കേട്ടോ. മുടി നന്നായിട്ട് സിൽക്കായിട്ട് തന്നെ ഉണ്ടാവും. ഇനി നമ്മൾ സാധാരണ എണ്ണ തേക്കില്ലേ, എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ എണ്ണ തേച്ച് വെക്കുമല്ലോ. അതിന് ശേഷം നമുക്ക് ഈ സംഭവം നമ്മുടെ ഹെയർ ടോണിക്ക്, ഈ ഒരു ഹെയർ ടോണിക്ക് നമ്മുടെ തലമുടിയിൽ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് അത്രയൊക്കെ വെച്ചാൽ കൂടുതൽ സമയമൊന്നും വെക്കേണ്ട. തണുപ്പാണ്, പക്ഷേ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും കേട്ടോ. അത്ര നല്ല സാധനമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാം. എല്ലാവർക്കും